Hi everyone, it's me Rahul. Welcome to my Internet YouTube channel. So, ഇന്നലെ വോൾട്ടൈൽ ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു, മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഫൈനലി ഒരു അറൗണ്ട് ആഫ്റ്റർനൂൺ നമ്മുടെ നല്ലൊരു ന്യൂസ് എല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം, ഇന്ത്യയുടെ ന്യൂസ് വന്ന് കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റി ഒരു 2:30 ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട് ഒരു പുഷ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനാരിയോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും, ഇതൊരു പ്രോപ്പർ ഡിമാൻഡ് സോണാണ്. സോ നിഫ്റ്റി ലാസ്റ്റ് ഫ്രൈഡേയിലും ഈ ഒരു ഡിമാൻഡ് സോണിൽ ഒരു ബൗൺസ് കാണിച്ചായിരുന്നു. ഫ്രൈഡേ അല്ല, തേഴ്സ്ഡേ, അതിന് മുന്നത്തെ ദിവസം. ഇന്നും രാവിലെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുന്നൊരു എന്താ പറയുക, ഒരു ബൈയിങ് പ്രഷർ കാണിച്ചു. ആ ബൈയിങ് പ്രഷർ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാം നല്ല പോലെ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ടും ഈ ഒരു ഡിമാൻഡ് സോൺ ഒക്കെ വെച്ച് നോക്കിയിട്ടും അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഹരിയാട്ടനൊക്കെ എനിക്ക് നിങ്ങളുടെ ക്യാൻഡിൽ അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. നല്ലപോലെ ട്രേഡ് ചെയ്യുന്ന അറിയുന്നതിൽ വളരെ സന്തോഷം. സോ നമ്മുടെ നാളത്തെ നമ്മുടെ വ്യൂ ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക് മഹേന്ദ്ര, അതല്ല, ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, നോ ചാർജസ് എനിത്തിങ്, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരുന്നതായിരിക്കും. സോ ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ബേസിൽ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ബേസിൽ. ആൻഡ് ഇതിൻ്റെ ഫർദർ അനാലിസിസ് ഒക്കെ പുറകെ ഉണ്ട് വേറെ. ബട്ട് നിങ്ങൾക്ക് ഞാൻ തന്നത് ഈ ഒരു രാവിലത്തെ വോളിയം, ആ ഒരു പ്രൈസ് ആൻഡ് ആക്ഷൻ്റെ ഒരു ഇതും പിന്നെ സെക്ടർ പെർഫോമൻസ് വെച്ചിട്ടായിരുന്നു. സോ രാവിലെ ഒന്ന് ബൈയിങ് കാണിച്ചിട്ട് ഒന്ന് താഴോട്ട് ഒന്ന് പാനിക് ആക്കിയെങ്കിലും നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് താഴെയായിരുന്നു, 702 ആ ഏരിയയിലായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് വരെ, മാർക്കറ്റ് ക്ലോസ് ആവുന്ന വരെ ഒരു നല്ല റാലി ആയിരുന്നു ടെക്കമ്മിൽ ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ടെക്കം എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നാളത്തെ നമ്മുടെ ട്രേഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ICICI ബാങ്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചോ. ICICI ബാങ്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടുന്ന് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നാളെ ICICI ബാങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ICICI ബാങ്കിൽ ട്രേഡ് ചെയ്യാം. ആൻഡ് HCL ടെക് ഓൾറെഡി ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. HCL ടെക് നമ്മുടെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് അവിടെ സ്റ്റിൽ ഓൺ ആണ്. സോ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും HCL ടെക് ഇസ് എ ഗുഡ്, ഓക്കെ, ലുക്കിംഗ് ഗുഡ്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു മേജർ മൂവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് HCL ടെക്കിൽ. സോ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളിതിനെ വാച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എന്താണ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നാളെ ഇവിടുന്ന് ഈ 25,252 ഈ ഒരു ഹൈ, അല്ലെങ്കിൽ 25,175 ഇതിൻ്റെ മുകളിൽ 25,234, അതിൽ നിഫ്റ്റിയുടെ ക്ലോസ് ഇവിടെ റോങ് കാണിക്കുന്നത് തോന്നുന്നു. 25,234 ഈ ഒരു ഹൈയുടെ മുകളിൽ നിഫ്റ്റി ക്ലോസ് നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഹൈയുടെ മുകളിൽ നിഫ്റ്റി നല്ല ഒരു വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,385 വരെ ട്രേഡ് ചെയ്യാം. ഓക്കെ, 25,385, കാരണം ഇതൊരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടുന്ന് ഒരു റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 25,385 എന്ന ഈ റേഞ്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. സോ ഈ ഏരിയ വരെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്രേഡ് ചെയ്യാം. സോ നമുക്ക് നോക്കാം നമ്മുടെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അവിടുത്തെ വോളിയം എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫർദർ ട്രേഡ് അവിടെ നിന്ന് ചെയ്യാം. ബട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് അതാണ് വെച്ചിട്ടുള്ളത്. ബട്ട് എൻ്റെ ഞാനെപ്പോഴും നിങ്ങൾക്കറിയാം, ഞാനെപ്പോഴും എൻ്റെ ഗ്രൂപ്പിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ എപ്പോഴും ഒരു ലോവർ സൈഡിൽ നിന്നാണ് എപ്പോഴും പിക്ക് ചെയ്യാറ്. സോ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണും ചെയ്ത് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് 25,056 ഈ റേഞ്ചിൽ നിഫ്റ്റിനെ വീണ്ടും നമുക്ക് ബൈ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി നോക്കാം. ഒബ്വിയസ്ലി ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് മുന്നോട്ട് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഏരിയ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ വരുമ്പോൾ തന്നെ ട്രേഡ് ചെയ്യാനല്ല പറയുന്നത്. ഈ ഏരിയയിൽ വരുമ്പം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ക്യാൻഡിൽ പാറ്റേൺസ് അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ബൈയിങ് സിനാരിയോ നമുക്ക് അവിടെ വീണ്ടും കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യാം. മുകളിലോട്ട് നല്ല ടാർഗറ്റ്സ് നമുക്ക് ഉണ്ടാവും. ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ 100% ഞാൻ ട്രേഡ് എടുക്കും. അതല്ല, രാവിലെ തന്നെ ഹെവി ബൈയിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം നാളത്തെ ഇതിൻ്റെ മുകളിൽ. നോർമലി എല്ലാവരും പറയുന്ന പോലെ എല്ലാ
യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഈ ഡേ ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നിങ്ങൾക്കും അവിടെ നിന്നും ഒരു ട്രേഡ് സിനാരിയോ കിട്ടുന്നതായിരിക്കും. അതല്ല നമ്മുടെ പ്ലാൻ സി ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ, നല്ല ഹെവി ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് പോകുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പിന് 1-2 സിനാരിയോ ഉണ്ട്. ഗ്യാപ്പ് അപ്പ് എപ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പോകണമെന്നില്ല ഗ്യാപ്പ് അപ്പിൽ. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആയിട്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ അത് അവിടുത്തെ ക്യാൻഡിലിലെ പാറ്റേൺ അല്ലെങ്കിൽ ക്യാൻഡിലിലെ ഫോർമേഷൻ, വോളിയം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ അവിടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലും സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ മൂവ്മെൻറ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് അവിടെ നിന്ന് സുഖമായിട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ഓൺലി ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇറ്റ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. സോ നാളത്തെ നിഫ്റ്റിയുടെ എൻട്രി നിങ്ങൾക്ക് ലെവൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഡേ ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതല്ല നിഫ്റ്റി താഴോട്ട് വന്നിട്ട് 25,056 ഈ റേഞ്ചിൽ നിന്നാണ് നിഫ്റ്റി മുകളിലോട്ട് ഒരു പുഷ് തരുന്നെങ്കിൽ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് എൻട്രി. കാരണം എപ്പോഴും ബൈ ചെയ്യുന്നത് ഒരു ഡിപ്പ് നിന്നും ഒരു ഡിമാൻഡ് സോണിൽ നിന്നും ബൈ ചെയ്യുമ്പോഴാണ് അതിനൊരു കൂടുതൽ പവർ കിട്ടുക, അവിടെ നിന്ന് നമുക്ക് കൂടുതൽ പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുക. സോ ഇത് രണ്ടും ഞാൻ വരച്ചിടുന്നുണ്ട് നമ്മുടെ ചാർട്ടിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും വരച്ചിടാം, ഓർ ദിസ് വൺ. ഓക്കെ, ഓർ ഇങ്ങനെ. ഓക്കെ, സോ ദിസ് ഇസ് എ 2 ബൈയിങ് സിനാരിയോ ഫോർ ടുമാറോ. ഇതാണ് എൻ്റെ നാളത്തെ 2 ബൈയിങ് പ്ലാൻ. ഈ 2 ലെവൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് HCL Tech ആൻഡ് ICICI Bank ആഡ് യുവർ വാച്ച് ലിസ്റ്റ്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.